മോസ് ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഓടി വരേണ്ട മൾട്ടി സിലിണ്ടർ എഞ്ചിനകത്ത് എന്ത് കണ്ടുപിടിക്കാനാണ്? ഓരോ സിലിണ്ടറിന്റെയും ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എന്തോന്ന്? മോസ് ടെസ്റ്റ്. BP ഞാൻ മൊത്തം സിലിണ്ടർ വർക്ക് ചെയ്യുമ്പോൾ എഴുതുവാണേ. ടോട്ടൽ BP എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓരോ സിലിണ്ടറിന്റെ, ഇതിപ്പോ 3 സിലിണ്ടർ ഉള്ള എഞ്ചിനാണ് എഴുതുന്നെങ്കിൽ IP1 പ്ലസ് IP2 പ്ലസ് IP3, പിന്നെ മൊത്തം സിലിണ്ടറിന്റെ എന്തോന്ന്? ഫ്രിക്ഷണൽ പവർ. മോസ് ടെസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നത്? മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്, ആ സിലിണ്ടർ ആദ്യം സ്റ്റാർട്ട് ചെയ്തു, കറക്റ്റ് കണ്ടീഷനായി, എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയി, ഞാൻ ലോഡ് ചെയ്തു കഴിഞ്ഞാൽ മോസ് ടെസ്റ്റിനകത്ത് ആദ്യം ചെയ്യുന്ന, ആദ്യം ഫുൾ സിലിണ്ടർ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ ലോഡ് ചെയ്തു, ടോട്ടൽ സിലിണ്ടർ വർക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സിലിണ്ടർ ഞാൻ കട്ട് ചെയ്യുക. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് കട്ട് ചെയ്യുക, ഡീസൽ എഞ്ചിൻ ആണെങ്കിലോ അതിന്റെ ഫ്യൂവലിനെ കട്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്തു? ഒരു സിലിണ്ടർ അവിടെ വർക്ക് ചെയ്യുന്നില്ല. എന്തായാലും എഞ്ചിന്റെ സ്പീഡ് കുറയാൻ പോകും. അപ്പൊ നമ്മൾ ലോഡിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെക്കണം. എന്തിനാണ്? ഫ്രിക്ഷണൽ പവർ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഒന്നാമത്തെ സിലിണ്ടറെ കട്ട് ചെയ്താൽ ഞാൻ ഇവിടെ എഴുതുകയാണ് BP ഓഫ് ഫസ്റ്റ് സിലിണ്ടർ കട്ട്. അപ്പൊ IP1 ഇല്ല അല്ലെ? കാര്യം എന്താ? അവിടെ നിന്ന് പവർ ഡെവലപ്പ് ചെയ്യുന്നില്ല. IP3 ഫ്രിക്ഷണൽ പവർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. BP ടോട്ടൽ മൈനസ് BP ഓഫ് ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ് എന്ത് കിട്ടി? IP1. ഇതേ സിലിണ്ടർ പിന്നെയും പഴയ പൊസിഷനിലാക്കി മൊത്തം റൺ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സിലിണ്ടറിന്റെ IP കിട്ടി. ഇനി മൂന്നാമത്തെ സിലിണ്ടറിന്റെ കട്ട് ചെയ്തു, അങ്ങനെ മൂന്നാമത്തെ സിലിണ്ടറിന്റെ IP കിട്ടി. അങ്ങനെ എല്ലാ IPയും കൂടെ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ IP കിട്ടി. നമ്മുടെ ബ്രേക്ക് പവർ ഓൾറെഡി ഉണ്ട്, അപ്പൊ BP ബൈ IP എടുത്താൽ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടി. ഇനി ഫ്രിക്ഷണൽ പവർ കണ്ടുപിടിക്കണമെങ്കിലോ IP ഓൾറെഡി ടോട്ടൽ ഉണ്ട്, BP ടോട്ടൽ ഉണ്ട്. IP ടോട്ടലിൽ നിന്ന് BP ടോട്ടൽ കുറച്ചാൽ എന്ത് കിട്ടി? ഫ്രിക്ഷണൽ പവർ കിട്ടി.